റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞത് റസ്ക് കഴിക്കണ പോലെയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഞാൻ ജോലി രാജിവെച്ച കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ചോദിച്ചേ, അയ്യോ അതൊക്കെ വലിയ റിസ്ക് അല്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് റിസ്കുകളെ നമുക്കൊരു പേടിപ്പെടുത്തുന്നതായിട്ടുണ്ടാവുള്ളൂ. പിന്നീട് അങ്ങോട്ട് നമുക്ക് റിസ്ക് എടുക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങും. അതുപോലെ തന്നെയാണ് ഇതും. പക്ഷേ അതിൽ റിസ്ക് എടുക്കുമ്പോൾ 2 കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഒന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നമുക്കിഷ്ടപ്പെട്ട നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യാനായിട്ടാണ് നമ്മൾ പുറപ്പെടുന്നത്. ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് നമ്മളോട് തന്നെ പിന്നീട് തെളിയിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്. കാരണം റിസ്ക് എടുത്ത് സാഹചര്യങ്ങളിനെ പ്രതികൂലമായിട്ട് നേരിടുന്ന ആൾക്കാരനെ ഈ ലോകവും സമൂഹവും എന്നും ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കിയിട്ടുണ്ട്. കാരണം അവർക്ക് അറിയാം ധൈര്യമുള്ള ആൾക്കാരാണ് റിസ്ക് എടുക്കണത് എന്നുള്ളത്. അപ്പോൾ ഈ ധൈര്യമുള്ള ആൾക്കാരനെ സമൂഹത്തിന് എപ്പോഴും ഒരു ഉത്കണ്ഠയോട് കൂടി എപ്പോഴും നോക്കാറ്. അപ്പോൾ അവരുടെ അടുത്ത് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നമ്മൾ വിജയിച്ച് കാണിക്കേണ്ടത് 2 കൂട്ടരുടെ അടുത്താണ്. ഒന്ന് നമ്മളോട് തന്നെയുള്ള കമ്മിറ്റ്മെൻറ്റും, പിന്നെ നമ്മളെ സൂക്ഷിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം നമ്മളുടെ ധൈര്യത്തിൽ കണ്ണും മിഴിച്ച് നോക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ സമൂഹത്തിനോടും. അപ്പോൾ റിസ്ക് എടുക്കണത് റസ്ക് കഴിക്കണ പോലെ ആവുകയാണെങ്കിൽ ഒത്തിരി റിസ്ക് എടുത്ത് പഠിക്കുക. ഓക്കെ.